നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ നടത്തിയത് ചിലർക്ക് കുരുക്ക് മുറുക്കുന്ന നീക്കമാണ്. പ്രത്യേകിച്ച് CPMന്റെ നിർദ്ദേശത്തോടെ പോലീസ് ഈ കേസിൽ നിന്നും മാറ്റി നിർത്തിയ, സംരക്ഷിച്ചു നിർത്തുന്ന ചിലരുണ്ട്. അവരെ ഈ കേസിന്റെ ഭാഗമാക്കാനുള്ള നീക്കം, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ. അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് അരുൺ കെ വിജയൻ കരുതണ്ട, കുരുക്ക് ഒന്നാം തരമായി മുറുകിയിട്ടുണ്ട്. നമുക്കറിയാം, നവീൻ ബാബുവിന്റെ മരണശേഷം അദ്ദേഹത്തെ വീട്ടിലെത്തിക്കുമ്പോൾ അരുൺ കെ വിജയൻ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ കുടുംബത്തിന് ഈ വിഷയത്തിൽ വിവാദം ഉയർന്നു വരുമ്പോൾ ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്നുള്ള തരത്തിൽ വിവാദങ്ങളൊക്കെ തന്നെ കെട്ടുപൊട്ടിച്ച് പുറത്തേക്ക് വരുന്ന ഒരു ഘട്ടത്തിൽ തങ്ങൾ വിശ്വസിച്ച ഈ കളക്ടർ തങ്ങളെ വഞ്ചിച്ചു എന്നുള്ളത് മഞ്ജുഷയ്ക്ക് ബോധ്യപ്പെട്ടിരുന്നു. പിന്നീട് കളക്ടർ ഒരു ക്ഷമാപണമായി ഒരു കത്തൊക്കെ പത്തനംതിട്ടയിലെ ആ കുടുംബത്തിന് അയച്ചിരുന്നു. എന്നാൽ ആ കത്ത് കീറി എറിയുന്ന ഒരു സമീപനമാണ് മഞ്ജുഷ നടത്തിയത്. മാത്രമല്ല, കളക്ടർ ഞങ്ങളുടെ വീട്ടിൽ കയറി പോകരുത് എന്നുള്ള അന്ത്യശാസനമായിരുന്നു പിന്നീട് മഞ്ജുഷയുടെ നാവിൽ നിന്ന് വന്നത്. അത്രത്തോളം കൃത്യതയോടെ അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് പിന്നീട് കേരളം കണ്ടത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ PP ദിവ്യയ്ക്ക് തലശ്ശേരി കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നത്. അത് കളക്ടറിന്റെ ആ ഒരൊറ്റ പ്രസ്താവനയിൽ നിന്നായിരുന്നു. അതായത് നവീൻ ബാബു തന്റെ ചേംബറിലേക്ക് എത്തി തനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞു എന്നുള്ള ഒരു മൊഴി, മറ്റെവിടെയും പറയാത്ത ഒരു മൊഴി പെട്ടെന്നായിരുന്നു കോടതിയിൽ കളക്ടർ വ്യക്തമാക്കുന്നത്. ഇതോടുകൂടിയാണ് ദിവ്യയ്ക്ക് ജാമ്യം കിട്ടുന്നത്. അപ്പോൾ കളക്ടർ തങ്ങളെ ചതിച്ചത് കൃത്യമായി അതെല്ലാം മഞ്ജുഷയുടെ ഉള്ളിലുണ്ട്. ഈ കളക്ടർ ഈ കേസിൽ പ്രതിയാണ്. ഈ കേസിൽ കളക്ടർക്ക് എന്തൊക്കെയോ റോളുകൾ ഉണ്ട് എന്ന് മഞ്ജുഷയ്ക്ക് ഒരു സംശയം തോന്നിയത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കളക്ടർക്ക് കൂടി കുരുക്കുമുറുക്കുന്ന നീക്കം മഞ്ജുഷ നടത്തിയിരിക്കുന്നത്. ഫോൺ രേഖകൾ മാത്രം പരിശോധിച്ചാൽ പോരാ കളക്ടറിന്റെ. അതിനു മുൻപ്, ഈ യോഗം നടക്കുന്നതിന് മുൻപുള്ള കളക്ടറിന്റെ എല്ലാ നീക്കങ്ങളും പരിശോധിക്കപ്പെടണം. അതുകൊണ്ട് കളക്ടറിന്റെ ചേംബറിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കണം എന്നുള്ള ആവശ്യം മഞ്ജുഷ ഏറ്റവും നിർണായകമായി ഹൈക്കോടതിയിൽ പറഞ്ഞതാണ്. അതായത് ആ സമയങ്ങളിലൊക്കെ കളക്ടറിന്റെ ഒരു ശരീരഭാഷ എന്തായിരുന്നു? കളക്ടറെ കാണാൻ ആരെങ്കിലും വന്നോ? കളക്ടർ ആരെയെങ്കിലും കണ്ടിരുന്നോ? ഏതെങ്കിലും ഫോൺ കോളുകൾ നിർണായകമായി വന്നോ? അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ CCTV പരിശോധിച്ചാൽ വ്യക്തമാകും. അതുകൊണ്ട് തന്നെയാണ് മഞ്ജുഷ ആ പോയിന്റ് ഹർജിയിൽ എടുത്ത് പറഞ്ഞത്. അതായത് ഈ യോഗം തുടങ്ങുന്നതിന് മുൻപ് തന്നെ, കളക്ടറേറ്റിലെ ആ യോഗം തുടങ്ങുന്നതിന് മുൻപ് തന്നെ കളക്ടറിന്റെ ഓരോ നീക്കവും സംശയം ഉണർത്തുന്നത് തന്നെയായിരുന്നു. എന്നിട്ടും പോലീസ് കേസിൽ പ്രതി ചേർക്കാതെ കളക്ടറെ സംരക്ഷിച്ച് മാറ്റി നിർത്തുന്ന ഒരു സമീപനം സ്വീകരിച്ചു. അപ്പോൾ ഇതൊക്കെ തന്നെ, ഇതിന് പിന്നിലൊക്കെ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ട് എന്ന് മഞ്ജുഷയ്ക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഹൈക്കോടതിയിൽ കളക്ടറെയും കൂടി ചേർത്ത് ഹർജിയിൽ കളക്ടറിന്റെ CCTVകൾ പരിശോധിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് മഞ്ജുഷ നടത്തിയ നിയമവഴികളിലൂടെ അവർ നടന്ന ഓരോ നീക്കവും MV ഗോവിന്ദനെയും PK ശ്യാമളയുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഹർജിയിൽ ആരോപണം വന്നിട്ടുണ്ട്. അതുകൂടാതെ കളക്ടറെ ഇപ്പോൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കളക്ടറുടെ CCTV ഉൾപ്പെടെ പരിശോധിക്കണം. അതായത് കളക്ടറിന്റെ ചേംബറിലെ CCTVകൾ പരിശോധിക്കണം. ഫോൺ രേഖകൾ മാത്രം പരിശോധിച്ചാൽ പോരാ എന്നുള്ള ഒരു കർശനമായ ഒരു ആവശ്യമാണ് ഹൈക്കോടതിയിൽ മഞ്ജുഷ ഉന്നയിച്ചിരിക്കുന്നത്. കളക്ടറെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ കളക്ടർക്കറിയാവുന്നത് എന്തായാലും അവർ വിളിച്ചു പറയും. പ്രത്യേകിച്ച് അങ്ങനെ പിടിച്ചു നിൽക്കാനൊന്നും പറ്റുന്ന ഒരാളല്ലല്ലോ കളക്ടർ. നമുക്കറിയാം, CBI അന്വേഷണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ CBI വന്നൊന്ന് കുടയുമ്പോഴത്തേക്ക് PP ദിവ്യയുടെയും കളക്ടറിൻ്റെയും പ്രശാന്തൻ്റെയും ഒക്കെ നാവിൽ നിന്ന് പലതും വീണു പോകും. ഇത് കണ്ണൂർ മാഫിയ സംഘങ്ങളെ വെട്ടിലാക്കുന്നതാണ്. അതുകൊണ്ട് ഏതറ്റം വരെയും പോയും കളക്ടറെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മാറ്റി നിർത്താനുള്ള, ഈ കേസിൽ ഉൾപ്പെടുത്താതെ എങ്ങനെയെങ്കിലും കളക്ടറെ സംരക്ഷിക്കണം എന്നുള്ള ഒരു സമീപനമാണ് CPMനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്കുള്ളത്. കണ്ണൂർ CPMനെ സംബന്ധിച്ച്, ഈ ചെങ്ങളായി മാഫിയയൊക്കെ സംബന്ധിച്ച് അവർക്കെല്ലാം മഞ്ജുഷ നല്ല ഒന്നാന്തരം അടിയാണ് കൊടുത്തിരിക്കുന്നത്. മഞ്ജുഷ
മറ്റന്വേഷണങ്ങൾ ആവശ്യപ്പെട്ട് കോടതിയിൽ പോകില്ല, ഹൈക്കോടതിയെ സമീപിക്കില്ല എന്നൊക്കെയാണ് അവർ കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ അവരുടെ എല്ലാം കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് തന്നെയായിരുന്നു മഞ്ജുഷയുടെ നീക്കങ്ങൾ. അവിടെയാണ് മഞ്ജുഷ നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് ഒരു പ്രചോദനമാകുന്നത്. മുൻപോട്ട് പോകുക, നിയമം നമ്മുടെ ശബ്ദം കേൾക്കും എന്ന് മഞ്ജുഷ നമുക്ക് തെളിയിച്ചു തരികയാണ്. മഞ്ജുഷയുടെ പാതകൾ ശരിയാണ്. അവർ നടന്നു നീങ്ങുന്നത് കൃത്യമായ വഴികളിലൂടെയാണ്. ആ വഴികളിൽ അവർക്ക് സംശയം തോന്നിയവരെ എല്ലാവരെയും അവർ ചോദ്യമുനയിൽ നിർത്തിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ കൃത്യമായ അവരുടെ പേരുകൾ കൊണ്ടിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത് CBI അന്വേഷണം വേണോ വേണ്ടയോ എന്നുള്ളതിൽ. പക്ഷേ വേണം എന്ന് തന്നെ ആ CBI അന്വേഷണത്തിന് കോടതി ഉത്തരവിടും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം കോടതി മുൻപ് ചോദിച്ചിരുന്നു CBI അന്വേഷണം ഈ കേസിൽ അനിവാര്യമാണോ എന്നാണ് പരിശോധിക്കേണ്ടതെന്ന്. അപ്പോൾ അതിനു വേണ്ട എല്ലാ തെളിവുകളും മഞ്ജുഷ കൊടുത്തു കഴിഞ്ഞു കോടതിക്ക് മുന്നിൽ. കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്ന് പോലും ഒരു വേള മഞ്ജുഷയുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നു. കൊലപ്പെടുത്തി എന്നുള്ളതിന് ഇനി എന്തൊക്കെ തെളിവ് കൊണ്ടുവരണം എന്നുള്ള ഒരു ചോദ്യം, അത് മഞ്ജുഷയുടെ ആ മൗനത്തിൽ നിന്ന് കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായ ഓരോ നീക്കങ്ങൾ, ഇതിൽ കണ്ണികളാക്കപ്പെടേണ്ടവരെ എല്ലാം കൃത്യമായി അവർ കോടതിയിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ആ പേരുകളെല്ലാം തന്നെ കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ MV ഗോവിന്ദൻ്റെയും PK ശ്യാമളയുടെയും പേര് പറഞ്ഞപ്പോൾ, അതായത് ഹർജിയിൽ ആ പേര് ഉന്നയിച്ചപ്പോൾ തന്നെ കണ്ണൂർ മാഫിയ ഞെട്ടി, കണ്ണൂർ CPM ഞെട്ടി. അതായത് മഞ്ജുഷ എല്ലാം ഉറപ്പിച്ച് തന്നെയാണ് മുൻപോട്ട് പോകുന്നത് എന്നുള്ളത്. മഞ്ജുഷയെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല. മഞ്ജുഷ ഇതിൻ്റെ അറ്റം കണ്ടേ അടങ്ങൂ എന്നുള്ളത് അവരുടെ കണ്ണുനീർ സാക്ഷിയാണ്. നമുക്ക് കളക്ടറിലേക്ക് വരാം. കളക്ടർ എന്തിനാണ് അത്തരത്തിലൊരു മൊഴി നൽകിയത്? തൻ്റെ ചേംബറിലെത്തി നവീൻ ബാബു തെറ്റുപറ്റിയെന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരടുപ്പവും ഈ കളക്ടറുമായി നവീൻ ബാബുവിനില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് നവീൻ ബാബു പറഞ്ഞതായുള്ള കളക്ടറുടെ മൊഴി പിന്നീട് സൃഷ്ടിച്ചെടുത്തതാണ് എന്നാണ് ഹർജിക്കാരി ആരോപിച്ചിരിക്കുന്നത്. കളക്ടറുടെ ചേംബറിന് സമീപമുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടില്ല എന്നും ഹർജിക്കാരി ചൂണ്ടിക്കാട്ടി. ഇത് പരിശോധിച്ചാൽ തന്നെ നവീൻ ബാബു കളക്ടറെ ഈ യോഗത്തിന് ശേഷം പോയി കണ്ടോ എന്ന് വ്യക്തമാകുമായിരുന്നു. പക്ഷേ അതൊന്നും പോലീസ് എന്തുകൊണ്ട് പരിശോധിച്ചില്ല? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ കളക്ടറെ ആ സമയങ്ങളിലെല്ലാം പോലീസ് സംരക്ഷിച്ചു നിർത്തുന്നു. കളക്ടറുടെ ചേംബറിൽ ചെന്ന് തനിക്ക് തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു പറഞ്ഞുവെങ്കിൽ അതായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതലായി പരിശോധിക്കപ്പെടേണ്ടത്. പക്ഷെ പോലീസ് ആ ഒരു CCTV മാത്രം പരിശോധിച്ചില്ല. അതിൽ തന്നെ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. ആ കളക്ടറേറ്റിലെ ജീവനക്കാർ പോലും പറയുന്നുണ്ട്, ഈ കളക്ടറോട് അത്രത്തോളം വലിയ സൗഹാർദ്ദപരമായ ഒരു ബന്ധം കളക്ടറേറ്റിലെ ആർക്കും ഉണ്ടായിരുന്നില്ല. അത്തരത്തിലൊരു കളക്ടർ ആയിരുന്നില്ല അരുൺ കെ വിജയൻ. അത് നമുക്കും ബോധ്യപ്പെടുന്നതാണല്ലോ. കാരണം അന്ന് PP ദിവ്യ ആ യോഗത്തിലെത്തി നവീൻ ബാബുവിനെ അധിക്ഷേപിക്കുന്ന പ്രസംഗം നടത്തുന്ന സമയത്തൊക്കെ കുനിഞ്ഞിരുന്ന് ചിരിക്കുന്ന ഒരു കളക്ടറെയാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ ഒരു കളക്ടറെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതി. മുൻപൊക്കെ ഈ കളക്ടർ എന്ന് പറയുമ്പോൾ അതായത് രാഷ്ട്രീയക്കാരുടെ മൂടുതാങ്ങികളായി മാത്രമാണ് നമ്മൾ കണ്ടിരുന്നത്. വലിയ പദവിയിലിരിക്കുന്നവരാണ്, പക്ഷേ രാഷ്ട്രീയക്കാർ പറയുന്നിടത്ത് മൂക്കും കുത്തി വീഴുന്ന IASകാരെ നമ്മൾ എത്രയോ കണ്ടിരിക്കുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ പിന്നീട് ഒരുപാട് മാറ്റം കേരളത്തിന് വന്നിട്ടില്ലേ? ഇപ്പോഴത്തെ കളക്ടർമാരിൽ പലരും, എല്ലാവരും തന്നെ ഭൂരിഭാഗവും ജനങ്ങളുമായി അടുത്തിടപഴകുന്നവരും ജനങ്ങളുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ കളക്ടർ ബ്രോ എന്നൊക്കെ അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതും. ഫാൻസ് പേജുകൾ വരെയുള്ള എത്രയോ IASകാർ ഈ കേരളത്തിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജനങ്ങളുമായി സൗഹാർദ്ദപരമായി നിന്നുകൊണ്ട് തന്നെ അവരുടെ ഭരണനിർവഹണം കൃത്യമായി നടത്തുന്നവരാണ് ഇപ്പോഴത്തെ IASകാർ. അങ്ങനെ ഒരു IAS ഗ്രൂപ്പിനെ കണ്ടാണ് നമ്മൾ ഇപ്പോൾ കേരളം മുൻപോട്ട് പോകുന്നത്. പക്ഷേ ആ കളക്ടർമാരിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് ഈ അരുൺ കെ വിജയൻ. ഒരു മനുഷ്യരുമായും ഒരു സൗഹാർദ്ദമില്ലാത്ത ഒരാൾ, കളക്ടറേറ്റിലെ സ്വന്തം ജീവനക്കാരോട് പോലും ഒരു സ്നേഹത്തോടെ പെരുമാറാത്ത ഒരാൾ. അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെയാണ് ഈ കളക്ടർക്ക് നേരെ വരുന്നത്. അത്തരത്തിലൊരാളോടാണ് തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു പോയി പറഞ്ഞു എന്ന് പറയുന്നത്. അത് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. സ്വന്തം ഭാര്യയോട് പോലും പറയാത്ത ഒരു കാര്യമാണോ കളക്ടറോട് പോയി നവീൻ ബാബു പറയാൻ പോകുന്നത്?
കളക്ടറെ ഈ കേസിൽ പ്രതി ചേർക്കുന്നതിന് വേണ്ടി തന്നെയായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യ കണ്ണൂർ കോടതിയെ സമീപിച്ച് ഈ കേസിലെ തെളിവുകൾ നശിപ്പിക്കപ്പെടരുത് എന്നുള്ള ഒരു ഹർജി സമർപ്പിച്ചത്. അതിൽ പ്രശാന്തന്റെയും പി ദിവ്യയുടെയും കളക്ടറിന്റെയും ഒക്കെ ഫോൺ രേഖകൾ പരിശോധിക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ആ ഹർജി വാദത്തിനെടുത്തപ്പോൾ അന്ന് കോടതി പറഞ്ഞത് അത് അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത് പോലെ ആകില്ലേ എന്നൊരു ചോദ്യം ഉന്നയിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് നോട്ടീസ് അയക്കുകയായിരുന്നു, ഫോൺ രേഖകൾ പരിശോധിക്കാൻ നിങ്ങൾക്ക് സമ്മതമാണോ എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്തോ ഔദാര്യം പോലെയാണ് ഇപ്പോൾ കണ്ണൂർ കോടതിക്ക് മുൻപിൽ കളക്ടർ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. തൻ്റെ ഫോൺ രേഖകൾ പരിശോധിച്ചോളൂ, സമ്മതമാണ് എന്നുള്ളത്. എന്തോ ഔദാര്യമാണ് കളക്ടറിൻ്റെ. ഈ വിവാദം ഉണ്ടാകുമ്പോൾ, ഈ കേസ് എടുക്കുമ്പോൾ തന്നെ പോലീസ് പരിശോധിക്കേണ്ടതായിരുന്നു ഇതെല്ലാം. അപ്പോഴും ഈ കളക്ടറെ സംരക്ഷിച്ച് നിർത്തിയ പോലീസാണ് ഇപ്പോൾ കളക്ടറിന്റെ ഒരു മൗനാനുവാദം അല്ലെങ്കിൽ അനുവാദം കിട്ടുന്നത് വരെ കാത്തിരിക്കുകയായിരുന്നു ഫോൺ പരിശോധിക്കുന്നതിന് വേണ്ടി. ഇതുവരെയും പരിശോധിച്ചിട്ടില്ല. കാരണം സേഫ് സോണിലാക്കി നിർത്തിയിരിക്കുകയാണല്ലോ ഇപ്പോഴും സർക്കാരും ഭരണകൂടവും എല്ലാം ചേർന്ന് കളക്ടറെ ഡൽഹിക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. പക്ഷെ അത് ഒരു മാറ്റി നിർത്തലായിരുന്നു എന്നുള്ളത് കേരളത്തിനും ബോധ്യപ്പെട്ടിട്ടുണ്ട്. കളക്ടർക്ക് ഈ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുൻപോട്ട് പോകുമ്പോൾ CBI വന്നൊക്കെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ വായിൽ നിന്നുള്ളതെല്ലാം വീണുപോകും. അപ്പോൾ കളക്ടറെ സേഫ് സോണിൽ നിർത്തേണ്ടത് ആരുടെയൊക്കെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ കണ്ണൂരിലെ ചില ആളുകളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവും പി ദിവ്യയും പ്രശാന്തനും കളക്ടറുമൊക്കെ സുരക്ഷിതരായി ഇരിക്കണം എന്നുള്ളതാണ്. അവരിലേക്ക് അന്വേഷണം എത്തരുത്, അവർ ചോദ്യം ചെയ്യപ്പെടരുത് എന്നൊക്കെയുള്ളതാണ്. എന്നാൽ കൃത്യമായി തന്നെ മഞ്ജുഷ അവിടെയും ചെക്ക് വെച്ചിട്ടുണ്ട് ഈ കൂട്ടർക്കെല്ലാം. അതായത് പ്രശാന്തനെയും പി ദിവ്യയെയും കളക്ടറിനെയും ഒക്കെ തന്നെ ഇതിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. കളക്ടറെയും പ്രശാന്തനെയും പാടെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നല്ലോ പോലീസ്. പക്ഷേ ഇവിടെ മഞ്ജുഷ നല്ല ഒന്നാം തരം കളി കളിച്ചു, ഇരുവരെയും കോടതിക്ക് മുൻപിൽ കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കാര്യങ്ങൾ കോടതിയുടെ വഴിക്ക്, കോടതിയുടെ തീരുമാനത്തിലായിരിക്കും മുൻപോട്ട് പോകുന്നത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന ADMന്റെ മരണത്തിലാണ് കുടുംബം സംശയം പ്രകടിപ്പിക്കുന്നത്. ഇപ്പോഴും തെളിവുകൾ കെട്ടിച്ചമയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ആശങ്കകൾ പരിഹരിക്കാൻ കേസ് CBIക്ക് വിടണം. പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനവും നവീൻ ബാബുവിനെ കുടുംബത്തിന്റെ ആശങ്കയും കോടതി പരിഗണിക്കണം. കേരള പോലീസിനെ വില കുറച്ച് കാണുന്നില്ല. പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദം ഒഴിച്ചാൽ കേരള പോലീസിനെ കുറിച്ച് മോശം അഭിപ്രായമില്ല. CBIക്ക് മികച്ച രീതിയിൽ അന്വേഷിക്കാൻ സംവിധാനമുണ്ട് എന്നും ഹർജിക്കാരി കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. നിലവിലെ അന്വേഷണം പ്രതിയെ സഹായിക്കുകയാണ് എന്നതിന് എന്ത് തെളിവാണ് ഹർജിക്കാരിക്ക് ഹാജരാക്കാനുള്ളതെന്ന് കോടതി ചോദിച്ചിരുന്നു. കുടുംബം ഉന്നയിച്ച കൊലപാതക സാധ്യതയടക്കം പരിശോധിക്കുന്നുണ്ടെന്നും CBI അന്വേഷണം വേണ്ടെന്നുമായിരുന്നു സംസ്ഥാന സർക്കാർ വീണ്ടും വാദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ സർക്കാരിന്റെ അഭിഭാഷകനെ കുടഞ്ഞെറിയുന്ന വാദങ്ങളായിരുന്നു നവീൻ ബാബുവിന്റെ അഭിഭാഷകൻ നടത്തിയത്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായ രീതിയിൽ കോടതിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ എല്ലാം അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് മഞ്ജുഷ. കളക്ടർ 27-ാം തീയതി തിരികെ എത്തും. കളക്ടർ തിരികെ എത്താൻ പോകുന്നത് പത്മവ്യൂഹത്തിലേക്കാണ്. വലിയൊരു പ്രതിസന്ധി താങ്കൾക്ക് മുന്നിൽ ഉയർന്നിട്ടുണ്ട്. അധികാര കസേരയിൽ ഇരുന്നു കൊണ്ട് നെറികേടുകൾക്ക് കൂട്ടുനിൽക്കുന്നവർക്കെല്ലാം ഉള്ള മുന്നറിയിപ്പാണ് ഇതെല്ലാം തന്നെ. ഒരു മനുഷ്യനെ ഇല്ലാതാക്കിയ കേസാണിത്. ആത്മഹത്യയല്ല, ദുരൂഹ മരണമായിരുന്നിട്ട് പോലും അത് ആത്മഹത്യയാണ് എന്ന് എല്ലാവരും ചേർന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. അവിടെ നിന്ന് തുടങ്ങിയ ഈ കേസ് ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് മഞ്ജുഷയാണ്. ഒരു കനലേ ഉണ്ടായിരുന്നുള്ളൂ, അത് കത്തിച്ചെടുത്തത് മഞ്ജുഷയാണ്. അവരുടെ അഗ്നിയിൽ ദഹിക്കും ഈ കണ്ണൂർ മാഫിയയും പി ദിവ്യയും ഈ കളക്ടറും ഉൾപ്പെട്ട സംഘങ്ങൾ. അത് ഓർത്തുകൊള്ളുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.